ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നിപ്പോ നിന്റെ മന്ത്രി പദവി മാത്രമല്ല, നിന്റെ സ്വത്തിന്റെ ഏക അവകാശി അത് ഞാനാ. മതി. ഈ കിടക്കുന്നത് ഒരു പേഷ്യന്റാ. ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നും അനുവാദമില്ല. എന്റെ ആങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അനുവാദമില്ലെന്നോ? ആങ്ങളെയും പെങ്ങളും ഒക്കെ രോഗം മാറിക്കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ വെളിയിൽ പോണം. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വെളിയിൽ പോണോ? അല്ല, ഇതൊക്കെ പറയാൻ നിനക്കെന്താടി അവകാശം? അല്ല, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? നീയല്ല, പവിത്ര, സിസ്റ്റർ പവിത്ര. നിങ്ങളിപ്പോ പുറത്തിറങ്ങി പോണം. എനിക്ക് സൗകര്യമില്ലെങ്കിൽ എന്താ ഇവിടെ? ഈ സ്ത്രീ കയറി വന്ന് പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇവരെവിടുത്തെ മന്ത്രിയാണെന്ന് പോലും. മന്ത്രിയും രാജാവൊക്കെ അങ്ങ് വീടിന് പുറത്ത്. ഇതിനകത്ത് ഭരണമൊന്നും വേണ്ട. ഭാരിച്ച നീ എന്തിയോടി? നിങ്ങൾ വിവരം അറിയും. പുറത്തിറങ്ങ്. എന്റെ അച്ഛൻ സുഖമില്ലാതെ കിടക്കുക. മാസ്ക് വയ്ക്കാത്ത ഒരാളെ പോലും ഇതിനകത്ത് കയറ്റരുത് സിസ്റ്റർ. ഇത് വളരെ സ്ട്രിക്റ്റ് ആയ എന്റെ ഓർഡർ. നിന്റെ ഓർഡർ അനുസരിക്കാനേ ഞാൻ നിന്റെ സെർവന്റ് അല്ല. പക്ഷേ നീ എന്റെ സെർവന്റ് ആയിരുന്നു. എന്റെ തറവാട്ടിലെ പശുത്തൊഴുത്തിലെ ചാണകം വാരി അംബിക. ഇപ്പോഴും നീയും നിന്റെ മകനും സെർവന്റ് തന്നെ. എന്റെ കൊച്ചുമോളുടെ സെർവന്റ്. അവളുടെ അവകാശ നീയൊക്കെ 4 നേരവും വെട്ടിയടിക്കുന്നത്. മനസ്സിലായോടി? കടക്കടി മുറുക്കി പുറത്ത്. എന്താ നിങ്ങൾ തമ്മിലൊരു കള്ളലക്ഷണം? അമ്മ എന്നോട് ക്ഷമിക്കണം. ഞങ്ങളൊരു സർപ്രൈസ് തരാൻ വേണ്ടി. എന്ത് സർപ്രൈസ്? ഋതുമോളെ, എന്റെ മോളുടെ ചങ്കിടുപ്പ് പോലും തിരിച്ചറിയാൻ പറ്റുന്നൊരമ്മയാ ഞാൻ. ഞാനേ നൊന്തു പ്രസവിച്ച എന്റെ കുഞ്ഞിനെ ഏത് കൂറ്റാക്കൂറ്റിരുട്ടിലും ഞാൻ തിരിച്ചറിയും. ഞാൻ ആദ്യം കയറി വന്നപ്പോഴേ ഞാൻ കണ്ടു എന്റെ മോളിവിടെ ഉണ്ടെന്ന്. മോളെ, അമ്മേ.